വേദയെയും മകളെയും തിരിച്ചറിഞ്ഞ് വിക്രം. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, വിക്രം വളരെയധികം സങ്കടജനകമായ കാഠിന്യമേറിയ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു കാഴ്ചയാണ് ഒരു 6 വർഷക്കാലം നമുക്ക് കാണാനായിട്ട് കഴിയുക. തൻ്റെ പ്രാണനെ കാണാതെ പ്രാണനെ വിട്ടുപിരിഞ്ഞ് ഇരിക്കുന്നൊരു വിക്രത്തിൻ്റെ അവസ്ഥ. വളരെയധികം സങ്കടം വിക്രത്തിന് വരുന്നുണ്ട്. വേദ എവിടെയാണെന്ന് പോലും അറിയാതെ വിക്രമാണെങ്കിൽ വളരെയധികം സങ്കടപ്പെടുന്നൊരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക. വിക്രം തൻ്റെ അച്ഛനമ്മയോടും പലതവണ വേദയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ, എന്തെങ്കിലും ലഭിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോഴൊക്കെ അവരാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ, വലിയ തെളിവൊന്നും ലഭിച്ചിട്ടില്ല, അവൾ എവിടെയാണ് പോയതെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അതുകൊണ്ട് തന്നെ വിക്രത്തിന് നല്ല രീതിയിൽ തന്നെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് കാണാൻ കഴിയും. അങ്ങനൊരു 6 വർഷം വിക്രം വേദയുമായിട്ട് വേർപിരിഞ്ഞിരിക്കുന്ന രംഗങ്ങളാണ് കാണാൻ സാധിക്കുക. കൂടാതെ സ്വയം പഴിക്കുന്നതും കാണാനായിട്ട് കഴിയും. താൻ ഒറ്റൊരുത്തൻ കാരണമാണ് വേദ തന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് ചിന്തിക്കുന്ന വിക്രം. സത്യം പറഞ്ഞാൽ വേദയുടെ അവസ്ഥ വിക്രത്തിനറിയാത്തത് കൊണ്ടാണ് വിക്രം ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. ഒടുവിൽ 6 വർഷക്കാലം വിക്രത്തിൻ്റെ ജയിൽവാസം അതെല്ലാം അവസാനിച്ച് സുന്ദരനായി തന്നെ വിക്രം ജയിലിൽ നിന്ന് മോചിതനാകുമ്പോൾ തൻ്റെ ഭാര്യയെ കണ്ടെത്താനുള്ള ശ്രമം വിക്രം ഉപേക്ഷിക്കുന്നില്ല എന്ന് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ വേദയെ കണ്ടുപിടിക്കാനായിട്ട് വിക്രം അന്വേഷണം തുടങ്ങുന്നത് കാണാൻ സാധിക്കും. വിക്രം അന്വേഷിച്ച് ഇടുക്കിയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് കാണാനായിട്ട് കഴിയൂട്ടോ. അപ്പോഴും വിക്രത്തിന് ആവശ്യമായ തെളിവൊന്നും ലഭിക്കുന്നില്ല. അവർക്കാർക്കും അറിയില്ല സത്യം പറഞ്ഞാൽ, അതായത് വേദ എവിടേക്കാണ് പോയത്, അവൾ എവിടെയാണിപ്പോൾ ജീവിക്കുന്നത് എന്നൊന്നും. അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഒരുപാട് നിരാശ തന്നെയാണ് ലഭിക്കുന്നത് എന്ന് കാണാം. കുറേ വേദനകളും ലഭിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ. ഇതേ സമയം തന്നെ നമ്മുടെ ഗീവർഗീസേട്ടനാണെങ്കിൽ വിക്രത്തിനൊരു ക്ലൂ കൊടുക്കുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവളാണെങ്കിൽ ഏതോ കൂട്ടുകാരിയുടെ കൂടെ എവിടേക്കോ പോവുകയാണ് എന്നാണ് പറഞ്ഞത് എന്ന് ഗീവർഗീസേട്ടൻ ഓർത്ത് പറയുന്ന സമയം വിക്രമാണെങ്കിൽ വേദയുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട് അന്വേഷണം തുടരാനായിട്ട് തുടങ്ങുന്നത് കാണാനായിട്ട് കഴിയും. ഒടുവിലതാ വിക്രത്തിന് ആവശ്യമായ തെളിവുകൾ ഒടുവിൽ ലഭിക്കുന്നു എന്ന് വേണം പ്രേക്ഷകരെ കാണാനായിട്ട് കഴിയാൻ. വിക്രം വേദയുടെ അടുത്തേക്ക് ഒരു ചുവട് കൂടി അടുത്തെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഒടുവിൽ വേദ എവിടെയാണെന്ന് തിരിച്ചറിയുന്ന വിക്രമാണെങ്കിൽ വേദ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാനായിട്ട് വേദയെ കാണാനായിട്ട് പോകുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വിക്രത്തിൻ്റെ കൂടെ അച്ഛൻ വരാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ മാഷിട്ടോ. അപ്പോഴാണെങ്കിൽ വിക്രം പറയുന്നുണ്ട്, അച്ഛനൊന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പോയി വേദ അവിടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവളെയും കൂട്ടി വീട്ടിലേക്ക് വരാമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ മോനെ, അച്ഛൻ്റെ വല്ല സഹായവും വേണോ, അച്ഛൻ വരണോ എന്ന് വീണ്ടും ചോദിക്കുമ്പോൾ വേണ്ട എന്ന് തന്നെ പറയുന്നതാണ് കാണാനായിട്ട് കഴിയുക. അങ്ങനെ വിക്രമാണെങ്കിൽ വേദയെ തേടി വേറൊരു സ്ഥലത്തേക്ക് പോകുന്നൊരു കാഴ്ച കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ വിക്രമാണെങ്കിൽ വേദയെ കണ്ടെത്തുന്നൊരു കാഴ്ചയും കാണാൻ കഴിയും. കണ്ടെത്തിയതിന് ശേഷം വിക്രം വേദയോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, തിരക്കുന്നുണ്ട്. ഒടുവിൽ വേദ വിക്രത്തിന് ആ വിട്ടുനിന്നതിൻ്റെ എല്ലാത്തിൻ്റെയും തെളിവായ സത്യമായ തൻ്റെ മകളെ വിക്രത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഇവൾ നമ്മുടെ മകളാണെന്ന്. ഇതേ സമയം വിക്രം വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ വേദയെയും മകളെയും കൂട്ടി വീട്ടിൽ തിരിച്ചെത്തുന്ന വിക്രത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. വേദയുടെ കൂടെ ഒരു കുഞ്ഞിനെയും
വിക്രത്തെയും കാണുമ്പോൾ വീട്ടുകാർ പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാമുള്ള ഉത്തരം വിക്രം തന്നെ കൊടുക്കുന്നത് കാണാനായിട്ട് കഴിയും, കാണാനായിട്ട് സാധിക്കും.